ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനീരം യോഗബിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ രുക്മിണീ ഹരണമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. രുക്മിണിയുടെ പ്രസ്താവം കേട്ട ശ്രീകൃഷ്ണൻ അത്യന്തം സന്തുഷ്ടനായി. ഉടനെ ബ്രാഹ്മണന്റെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട ബ്രാഹ്മണ, രുക്മിണിക്ക് എന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഞാനും ഇക്കാര്യത്തിൽ ആകാംക്ഷാഭരിതനാണ്. എൻ്റെ മനസ്സ് എപ്പോഴും ഭീഷ്മകന്റെ പുത്രിയെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. അവളെക്കുറിച്ചുള്ള ചിന്ത മൂലം പല രാത്രികളും എനിക്ക് ഉറക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നോടുള്ള ശത്രുതാ മനോഭാവം മൂലം അവളുടെ മൂത്ത സഹോദരൻ അവളെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി ഞാൻ അറിയുന്നു. അതിനാൽ ഈ രാജാക്കന്മാരെ മുഴുവൻ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെറും തടിക്കഷ്ണങ്ങളുടെ സഹായത്തോടെ അഗ്നി ഉൽപ്പാദിപ്പിച്ചുപയോഗിക്കുന്നത് പോലെ ഈ അസുര രാജാക്കന്മാരെ നേരിട്ട് കൈകാര്യം ചെയ്ത് അവരുടെ മധ്യത്തിൽ നിന്ന് രുക്മിണിയെ അഗ്നിയെ പോലെ ഞാൻ നേടിയെടുക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ സാധാരണ മനുഷ്യന്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ ബ്രാഹ്മണനോട് പറയുന്നു, രുക്മിണി ഇത്തരത്തിലൊരു പ്രസ്താവം എൻ്റെ മുമ്പിൽ വച്ചത് അത്യന്തം എനിക്ക് സന്തോഷജനകമാണ്. കാരണം എൻ്റെ മനസ്സ് എപ്പോഴും ഭീഷ്മകന്റെ പുത്രിയെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. അവളെക്കുറിച്ചുള്ള ചിന്ത മൂലം പല രാത്രികളും എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഇത് മാത്രമല്ല, എന്നോട് ശത്രുതയുള്ള രുക്മിണിയുടെ മൂത്ത സഹോദരൻ അവളെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞതാണ്. അതിനാൽ ആ രാജാക്കന്മാരെ മുഴുവൻ ഒരു പാഠം പഠിപ്പിക്കാൻ ഇതൊരു അവസരമായിട്ട് ശ്രീകൃഷ്ണൻ എടുക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ രുക്മിണിയെ രക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നു. രുക്മിണിയുടെ വിവാഹ ദിവസം കൃത്യമായി മനസ്സിലാക്കിയ കൃഷ്ണൻ ഉടനെ പുറപ്പെടാൻ ഉത്കണ്ഠ കൊണ്ടു. കുതിരകളെ ചമയിച്ചൊരുക്കി തേരിൽ പൂട്ടി ഉടൻ വിദർഭ രാജ്യത്തിലേക്ക് പോകാൻ തയ്യാറാകാൻ അദ്ദേഹം സാരഥിയായ ദാരുകിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഉടൻ തന്നെ സാരഥി കൃഷ്ണന്റെ വിശേഷപ്പെട്ട 4 കുതിരകളെ തയ്യാറാക്കിക്കൊണ്ട് വന്നു. ഈ കുതിരകളുടെ പേരും മറ്റു വിവരങ്ങളും പത്മപുരാണത്തിൽ പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് ശൈവ്യനു, പച്ച നിറമാണ്. അത് സുഗ്രീവൻ. ധൂസുരവർണം, പുതുമേഘത്തിന്റെ നിറമുള്ള പുഷ്പനാണ് മൂന്നാമൻ. 4-മനായ ബാഹുലകന് ചാര നിറമാണ്. കുതിരകളെ പൂട്ടി തേര് തയ്യാറാക്കിയപ്പോൾ കൃഷ്ണൻ ബ്രാഹ്മണനെ കൈപിടിച്ച് തേരിലേറ്റി തൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുത്തി. ഉടൻ തന്നെ അവർ ദ്വാരകയെ വിട്ടു. ഒറ്റ രാത്രി കൊണ്ട് വിദർഭയിലെത്തി. ദ്വാരക ഭാരതത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ്, വിദർഭ വടക്ക് ഭാഗത്തും. ഇവയ്ക്കിടയിൽ 1000 കാതം ദൂരമുണ്ട്. എന്നാൽ ഒറ്റ രാത്രി അഥവാ ഏറിയാൽ 30 നാഴിക സമയം കൊണ്ട് അവർ ലക്ഷ്യസ്ഥാനമായ കുണ്ടിന നഗരിയിൽ എത്തുകയും ചെയ്തു. ഇതാണ് ഭഗവാന്റെ സാന്നിധ്യത്താൽ വിശേഷമായിട്ടുള്ള കുതിരകളെയാണ് ഭഗവാനെ നയിക്കാൻ നിയോഗിച്ചത് എന്ന് എടുത്തു പറയാൻ കാരണം അത്രമാത്രം ശരവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന കുതിരകളായിരുന്നു. അതുകൊണ്ട് 30 നാഴിക കൊണ്ട് തന്നെ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നാണ് പറയുന്നത്. തൻ്റെ മകളെ ശിശുപാലന് വേളി കഴിച്ചു കൊടുക്കുന്നതിൽ ഭീഷ്മക മഹാരാജാവിന് വലിയ ഉത്സാഹമൊന്നുമില്ലായിരുന്നു. ഈ ആലോചനയുമായി എത്തിയ മൂത്ത പുത്രനോടുള്ള വാത്സല്യം മൂലം ഇതിന് നിർബന്ധിതനായി എന്നത് മാത്രമാണ് അവിടെ കണ്ടത്. ഒരു കടമയെന്നോണം അദ്ദേഹം വിവാഹഘോഷങ്ങൾക്കായി നഗരം അലങ്കരിച്ച് വിവാഹഘോഷം വിജയകരമാക്കാൻ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തു. നഗരം മുഴുവനും അടിച്ചുവാരി വൃത്തിയാക്കി വെള്ളം തളിച്ച് ഉഷ്ണമേഖലാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ അന്തരീക്ഷത്തിൽ എപ്പോഴും ചൂട് കൂടുതലായിരിക്കും. ഇക്കാരണത്താലാണ് വീഥികളും തെരുവുകളുമെല്ലാം പൊടി നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം തളിക്കണം എന്ന ഒരു സംസ്കാരം തന്നെ നോർത്ത് ഇന്ത്യയിലെല്ലാം ഉണ്ട് താനും.
കൽക്കത്ത പോലെയുള്ള വൻ നഗരങ്ങളിൽ 2 തവണ കളിക്കേണ്ടി വരും. കാരണം അത്രമാത്രം പൊടിപടലങ്ങളാണ് പശ്ചിമ ബംഗാൾ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ. കുണ്ടിനത്തിലെ തെരുവുകൾ പൊടിതോരണങ്ങളാൽ അലങ്കൃതമായി. 4 കവലകളിൽ വലിയ കവാടങ്ങൾ ഉയർന്നു. നഗരം മുഴുവനും ഭംഗിയായിട്ട് അലങ്കരിക്കപ്പെട്ടു. പുതിയതായിട്ട് അലക്കിയെടുത്ത വസ്ത്രങ്ങളും ചന്ദനം തുടങ്ങിയ കുറിക്കൂട്ടുകളും മുത്തുമാലകളും പുഷ്പമാല്യങ്ങളും അണിഞ്ഞ നഗരവാസികളായ ആണും പെണ്ണും നഗരത്തിൻ്റെ ശോഭ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ബ്രാഹ്മണരും പുരോഹിതന്മാരും ചതുർവിധ വിഭവങ്ങളോടുകൂടിയ സദ്യ നൽകി. ബ്രാഹ്മണർക്കും മറ്റ് അതിഥികൾക്കും ചതുർവിധ വിഭവങ്ങളോടുകൂടിയ സദ്യയും നൽകി. അനുഷ്ഠാനപരമായ ചടങ്ങുകളോടെ അളവറ്റ ധനം അവർക്ക് ദാനമായി വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. അനേകം ഗോക്കളെ ദാനം ചെയ്തു. അവർ ദൈവിക സ്തോത്രങ്ങൾ ഉരുവിട്ടു. രാജകുമാരി രുക്മിണി അത്യന്തം സുന്ദരിയായിരുന്നു, ശുചിയും സുധിതയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മണിമണ്ഡപത്തിൽ മംഗളസൂത്രം ബന്ധിച്ചിരുന്നു. വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞു. വില കൂടിയ നീണ്ട പട്ടുസാരികളും അവൾ ചാർത്തിയിരുന്നു. ഋക്ക് യജസ് സാമവേദങ്ങളിൽ നിന്ന് മന്ത്രങ്ങൾ ഉരുവിട്ട് ജ്ഞാനികളായിട്ടുള്ള പുരോഹിതന്മാർ അവളുടെ ദേഹരക്ഷ ഉറപ്പാക്കി. തുടർന്ന് അഥർവവേദത്തിലെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അമംഗളകരമായിട്ടുള്ള ഗ്രഹയോഗങ്ങളെ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ഹോമം നടത്തി. ഇത്തരം ചടങ്ങുകൾ നടത്തുമ്പോൾ ബ്രാഹ്മണരും പുരോഹിതന്മാരും മറ്റും ഇടപെടുന്ന കാര്യത്തിൽ വേണ്ട അറിവും പരിചയവും സിദ്ധിച്ച ആളായിരുന്നു മഹാരാജാ ഭീഷ്മകൻ. സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ച് ഗോക്കൾ, ശർക്കര ചേർത്ത് കുഴച്ച ധാന്യങ്ങൾ, അളവറ്റ സ്വർണം, വെള്ളി തുടങ്ങിയവ ദാനം ചെയ്തു. അദ്ദേഹം ബ്രാഹ്മണരെ മാനിച്ചു. ശിശുപാലന്റെ പിതാവായ ദിമഘോഷൻ തൻ്റെ കുടുംബത്തിൽ സൗഭാഗ്യം ഉണ്ടാക്കാനായിക്കൊണ്ട് എല്ലാത്തരം അനുഷ്ഠാനങ്ങളും നടത്തി. ചട്ടം ലംഘിക്കുന്ന പൗരന്മാരെ നിലയ്ക്ക് നിർത്തുന്നതിനുള്ള അസാമാന്യ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിശുപാലന്റെ പിതാവ് ദമഘോഷൻ പ്രസിദ്ധനായത്. ദമം എന്നാൽ നിയന്ത്രണം, അടക്കി നിർത്തൽ എന്നൊക്കെയാണ് അർത്ഥം. ഘോഷം എന്നാൽ കേൾവി, കേട്ടത് എന്നും. അങ്ങനെ ദമഘോഷൻ എന്ന പേരുകൾ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അതായത് ചിട്ട പാലിപ്പിക്കുന്ന, അല്ലെങ്കിൽ യഥാവിധി ശിശുപാലന്റെ പിതാവ് ദമഘോഷൻ എന്ന പേര് പ്രസിദ്ധനാകാൻ കാരണം ദമൻ എന്ന എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അടക്കി നിർത്താനുള്ള കഴിവുണ്ടായിരുന്നു. ഘോഷം എന്നാൽ കേൾവി കേട്ടത്, പ്രസിദ്ധനായത്. അതുകൊണ്ട് ആത്മനിയന്ത്രണത്തിൽ പേര് കേട്ടവനായിരുന്നു ദമഘോഷൻ എന്ന പേരോടുകൂടിയ ശിശുപാലന്റെ പിതാവ് എന്നർത്ഥം. വിവാഹത്തിന്റെ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്താൻ കൃഷ്ണൻ വന്നാൽ സ്വന്തം സൈനിക ശക്തി കൊണ്ട് അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്തണമെന്ന് ദമഘോഷൻ തീരുമാനിച്ചു. അതിനാൽ വിവിധ മംഗളകർമ്മങ്ങളെ തുടർന്ന് മതസ്രവി എന്നറിയപ്പെടുന്ന തൻ്റെ സൈന്യവ്യൂഹത്തെ സമാഹരിച്ച് ഒരുക്കി നിർത്തുകയും ചെയ്തു. സ്വർണ്ണ ഹാരങ്ങൾ അണിയിച്ച അനേകം ആനകൾ, കുതിരകൾ, തേരുകൾ എന്നിവ സൈന്യത്തിലുണ്ടായിരുന്നു. വിവാഹകാര്യം പൂർണ്ണമായും മറന്നിട്ടില്ലെങ്കിലും ദമഘോഷനും പുത്രനും മറ്റും അനുയായികളും കുണ്ടിനത്തിന് പോകുകയും മുഖ്യമായും യുദ്ധം മുന്നം വെച്ചുകൊണ്ടാണെന്ന് തോന്നും. കാരണം അത്രമാത്രം സൈനിക സന്നാഹത്തോടു കൂടിയാണ് ദമഘോഷനും ശിശുപാലനും ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായിക്കൊണ്ട് നഗരത്തിലേക്ക് വന്നത്. ദമഘോഷനും പുത്രനും വന്നെത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞ ഭീഷ്മകൻ അവരെ സ്വീകരിക്കാനായിക്കൊണ്ട് നഗരത്തിൽ നിന്നും പുറപ്പെട്ടു. നഗര കവാടത്തിന് വെളിയിൽ അതിഥികൾക്ക് താമസിക്കാൻ അനേകം ഉദ്യാന മന്ദിരങ്ങളുണ്ടായിരുന്നു. വൈദിക സമ്പ്രദായം അനുസരിച്ച് വധുവിൻ്റെ പിതാവ് വരൻ്റെ സംഘത്തെ സ്വീകരിച്ച് അവർക്ക് യോജിച്ച നിലയിൽ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ കഴിയുന്നതുവരെ 2-3 ദിവസം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ജരാസന്ധൻ, ദന്തവക്രൻ, വിധൂരഥൻ, പൗണ്ഡ്രകൻ തുടങ്ങി പ്രമാണികളായ രാജാക്കന്മാരുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഉൾപ്പെട്ടതായിരുന്നു ദമഘോഷന്റെ നേതൃത്വത്തിലുള്ള സംഘം. രുക്മിണിയെ കൃഷ്ണന് വേളി കഴിച്ചു കൊടുക്കാനായിരുന്നു ഉദ്ദേശമെന്നും, എന്നാൽ അവളുടെ മുത്ത സഹോദരനായ രുക്മിയാണ് ശിശുപാലനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതെന്നും ഉള്ള കാര്യം ഒരു പരസ്യമായ രഹസ്യമായിരുന്നു.
രുക്മിണി കൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചിരുന്നു എന്ന കിംവദന്തിയെക്കുറിച്ചുള്ള കുശുകുശുക്കലും അന്തരീക്ഷത്തിൽ അലയടിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രുക്മിണിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഉദ്യമവുമായി കൃഷ്ണൻ ശല്യം ചെയ്തേക്കാൻ ഇടയുണ്ടെന്ന് ഭടന്മാർ സംശയിക്കുകയും ചെയ്തു. വളരെ രഹസ്യമായിട്ടാണ് രുക്മിണി ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ ദ്വാരകയിലേക്ക് സന്ദേശവുമായിട്ട് പറഞ്ഞയച്ചതെങ്കിലും അതെങ്ങനെയെങ്കിലുമൊക്കെ ആ രഹസ്യം ലീക്കായിരിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും കൃഷ്ണൻ എന്തെങ്കിലും വന്ന് പ്രശ്നമുണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലായി എന്നർത്ഥം, പ്രത്യേകിച്ച് സൈനികർക്ക്. ഉള്ളിൽ അല്പം ഭയമുണ്ടായിരുന്നെങ്കിലും പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ കൃഷ്ണനുമായിട്ട് ശരിക്കൊരു ഏറ്റുമുട്ടലിന് അവർ തയ്യാറായിട്ടും ഇരുന്നിരുന്നു. ഇതിനിടെ ഒരു ബ്രാഹ്മണന്റെ മാത്രം അകമ്പടിയോടെ കൃഷ്ണൻ കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നതായിട്ട് ശ്രീ ബലരാമൻ അറിഞ്ഞു. സാധാരണ ഇവർ രണ്ടുപേരും കൂടെ എവിടേക്കും പോകുക. ഈ രുക്മിണീകരണത്തിന് പുറപ്പെടുമ്പോൾ ബലരാമനോട് പോലും പറയാതെയാണ് ബ്രാഹ്മണനോടൊപ്പം ശ്രീകൃഷ്ണൻ പോകുന്നത് എന്നർത്ഥം. വമ്പിച്ച ഒരു സൈന്യവുമായിട്ട് ശിശുപാലനം എത്തിയിട്ടുള്ള വിവരവും അദ്ദേഹത്തിന് കിട്ടി. കൃഷ്ണന്റെ നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് സംശയിച്ച് ആന, കുതിര, തേര്, കലാൾപ്പട തുടങ്ങിയ വമ്പിച്ച സൈന്യവുമായിട്ട് ഉടൻ തന്നെ ബലരാമൻ കുണ്ടിന നഗരത്തിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെയാണ് പോയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജ്യേഷ്ഠനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മിക്കവാറും ശിശുപാലനുമായിട്ട് ഒരു യുദ്ധം തന്നെ വേണ്ടി വരുമെന്ന് ബലരാമന് മനസ്സിലായി. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കിയ ബലരാമൻ ഒരു സൈനിക സന്നാഹവുമായിട്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തി എന്നർത്ഥം. ഇതിനിടയിൽ അന്തഃപുരത്തിൽ രുക്മിണി കൃഷ്ണനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെയോ തൻ്റെ സന്ദേശവുമായി പോയ ബ്രാഹ്മണനെയോ കാണാഞ്ഞപ്പോൾ അവൾ ഉത്കണ്ഠാകുലരായി. താൻ എത്ര നിർഭാഗ്യവതിയാണെന്ന് അവൾ ചിന്തിച്ചു തുടങ്ങി. ഇനി ഒരു രാത്രി മാത്രമാണ് തൻ്റെ വിവാഹദിനത്തിന് മുമ്പുള്ളത്. ബ്രാഹ്മണനോ ശ്യാമസുന്ദരനോ, ശ്യാമസുന്ദരൻ എന്ന് പറയുന്നത് ആ ബ്രാഹ്മണൻ, ശ്യാമസുന്ദരൻ എന്ന് പറയുന്ന ഭഗവാൻ തന്നെ, ശ്രീകൃഷ്ണനെയാണ് ശ്യാമസുന്ദരൻ എന്ന് വിളിക്കുന്നത്. ബ്രാഹ്മണനോ ശ്യാമസുന്ദരനോ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. എന്താണ് അതിന് കാര്യമെന്നും അറിയില്ല. ഒരുപക്ഷെ കൃഷ്ണന് തൃപ്തിയില്ലാതിരിക്കാൻ വേണ്ടത്ര കാരണം ഉണ്ടായിരിക്കാമെന്നും തൻ്റെ ന്യായമായ നിർദ്ദേശം അദ്ദേഹം തിരസ്കരിച്ചേക്കാമെന്നും പ്രതീക്ഷ നശിച്ച് അവൾ കരുതി. അതിൻ്റെ ഫലമായിട്ട് നിരാശനായ ബ്രാഹ്മണൻ മടങ്ങി വരാത്തതായിരിക്കാം ബ്രാഹ്മണനെ പോലും കാണാത്തതിൻ്റെ കാരണം എന്ന് അവൾ ഊഹിച്ചു. വരാൻ വൈകുന്നതിന് വിവിധ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനിടയിലും ഓരോ നിമിഷം അവരിരുവരെയും അവൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. ബ്രഹ്മദേവനും ശിവനും ദുർഗാദേവിക്കും തന്നിൽ ഒരു അപ്രീതി തോന്നിയിരിക്കാമെന്നായിരുന്നു രുക്മിണിയുടെ പിന്നത്തെ ചിന്ത. വേണ്ട വിധം പൂജിക്കപ്പെടാതെ വരുമ്പോൾ ദേവന്മാർക്കും ദേഷ്യം വരുമെന്നും പൊതുവെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഉദാഹരണമായിട്ട് വൃന്ദാവനവാസികൾ തന്നെ പൂജിക്കാതെ വന്നപ്പോൾ കൃഷ്ണൻ ഇന്ദ്രയജ്ഞം നിർത്തിവെപ്പിച്ചത് മൂലം ദേഷ്യം പിടിച്ച ഇന്ദ്രൻ അവനെ ശിക്ഷിക്കാനൊരുങ്ങി. അതുപോലെ താൻ ശിവനെയും ബ്രഹ്മദേവനെയും ഏറെ പൂജിക്കാത്തതിനാൽ കോപിഷ്ഠരായ അവർ തൻ്റെ പുതിയ പദ്ധതിയെ തകിടം മറിച്ചതായിരിക്കുമെന്നും രുക്മിണി കരുതി. ശിവന്റെ പത്നിയായ ദുർഗാദേവിയും ഭർത്താവിൻ്റെ പക്ഷം പിടിച്ചു കാണും. ദേവിക്ക് രുദ്രാണിയും എന്ന് പേരുണ്ട്. ആളുകളെ എക്കാലവും കരയിക്കാൻ പാകത്തിന് കഷ്ട അവസ്ഥയിൽ പെടുത്തുന്ന ആ സ്വഭാവമുള്ളയാൾ ആണ് രുദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ. രുദ്രാണി എന്നീ പദങ്ങളുടെ അർത്ഥം ഹിമാൽ പർവ്വതത്തിൻ്റെ പുത്രി എന്നർത്ഥമുള്ള ഗിരിജയുടെ ഭാവത്തിലാണ് രുക്മിണിയെ ദുർഗാദേവിയെ സ്മരിക്കുക പതിവ്. ഹിമാലയ പർവ്വതം തണുത്തുറഞ്ഞതാണ്, പരുക്കനും. അതിനാൽ ദുർഗാദേവി കഠിന ഹൃദയം മരവിച്ച സ്വഭാവമുള്ളവളും ആയിരിക്കുമെന്നും രുക്മിണി കരുതി. കുട്ടിത്തം വിട്ടിട്ടില്ലാത്ത രുക്മിണി തൻ്റെ ഉത്കണ്ഠ മൂലം വിവിധ ദേവതമാരെക്കുറിച്ച് ഈ വിധത്തിലൊക്കെ ആലോചിച്ച് പോയി. കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ ഗോപികുമാർ കാർത്യായനി ദേവിയെ പൂജിച്ചു. അതുപോലെ ഭൗതിക നേട്ടം ലക്ഷ്യമാക്കാതെ കൃഷ്ണന് വേണ്ടിയിട്ട് രുക്മിണി പലവിധത്തിലുള്ള ദേവതകളെക്കുറിച്ച് സ്മരിക്കുകയുമായിരുന്നു. കൃഷ്ണൻ്റെ അനുഭവം നേടാൻ ദേവതകളെ പ്രാർത്ഥിക്കുന്നത് ക്രമവിരുദ്ധമല്ല. രുക്മിണി ആകട്ടെ പൂർണ്ണമായിട്ടും കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു. ഇവിടെ ഭക്തിയുടെ പ്രഭാവം, സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ജനിച്ച ഒരു ബാലാവസ്ഥയിൽ തന്നെ ഉള്ളതായിട്ടുള്ള രുക്മിണിയുടെ ചിന്താശകലങ്ങളെ
ദേവന്മാരെ പോലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച വെച്ചാൽ സാധിക്കാതെ വന്നാൽ നമ്മുടെ ചിന്തകൾ ഏതൊക്കെ വിധത്തിൽ പോകും. ഇനി ഭക്തി ഉണ്ടെങ്കിൽ പോലും ആ ദേവതകളെ പോലും നമ്മൾ പഴിക്കുകയും പഴിചാരുകയും പരാതി പറയുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യും. നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം ഏത് വിധേന സാധിക്കണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏത് കാലത്തും എല്ലാ കാലത്തുമുള്ള മനുഷ്യരുടെയും ചിന്ത. അപ്പം ദേവി തന്നെ, മഹാലക്ഷ്മി തന്നെയാണ് രുക്മിണി ദേവിയായിട്ട് അവതരിച്ചത് എങ്കിൽ തന്നെയും ആ മാനുഷിക വേഷം ധരിച്ചപ്പോൾ ആ മനുഷ്യൻ്റെതായ എല്ലാവിധ ചിന്തകളും വികലതകളും ന്യൂനതകളും ഒക്കെ അവിടെ പ്രകടമാകുന്നു എന്നർത്ഥം. അപ്പോൾ ഭക്തിഭാവത്തിൽ പോലും ദേവന്മാരെയും ദേവിയെയും ഒക്കെ പഴിക്കുകയും പരാതി പറയുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യാനുള്ള അവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിച്ച പോലെ നടക്കാതെ വന്നാൽ, നമുക്ക് സന്തോഷത്തിന് വിഘ്നമുണ്ടായാൽ, അപ്പോൾ ഇത്തരത്തിലുള്ള ദുർചിന്തകളൊക്കെ ഏതൊരു മനുഷ്യനെയും എപ്പോഴും പിടികൂടും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് എന്നർത്ഥം. ഗോവിന്ദൻ എത്തിച്ചേരാനുള്ള സമയം ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് സ്വയം സമാശ്വസിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രത്യാശയ്ക്ക് പഴുതില്ലാത്തിടത്തോളം പ്രത്യാശയ്ക്ക് യാതൊരുവിധ പഴുതും ഇല്ലാത്ത വിധത്തിൽ തൻ്റേതെന്ന് അല്ലെങ്കിൽ മനസാക്ഷി പറയുന്നതൊക്കെ രുക്മിണിക്ക് തോന്നി. കാര്യം ഇങ്ങനെയൊക്കെ വികല ചിന്തകളൊക്കെ വന്നെങ്കിലും മനസാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട്, ശേഷം വരും, വരാതിരിക്കില്ല എന്നൊരു വലിയ ശുഭപ്രതീക്ഷ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അവൾ കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി. അത് കൂടുതൽ ശക്തമായതുകൊണ്ട് നിസ്സഹായത മൂലം അവർ കണ്ണുകൾ അടച്ചു. ഇങ്ങനെ അഗാധ ചിന്തയിലിരിക്കവേ രുക്മിണിയുടെ ശരീരഭാഗങ്ങൾ ശുഭസൂചകമായ ചില ചലനങ്ങൾ അനുഭവപ്പെട്ടു. അവളുടെ ഇടത്ത് കണ്ണും ഇടത്ത് കൈയും ഇടത്ത് തുടയും തുടിച്ചു തുടങ്ങി. ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് ഇത്തരം തുടിപ്പുകൾ അനുഭവപ്പെടുന്നത് സ്ത്രീക്ക് ശുഭസൂചകമായിട്ട് പണ്ട് മുതലേ കരുതിപ്പോരുന്നു. ലാഭകരമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാമെന്നർത്ഥം. അപ്പോൾ മനസാക്ഷിക്ക് അനുകൂലമായിക്കൊണ്ട് ശരീരത്തിൽ അതിൻ്റേതായ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിൽ ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ താൻ പൂജിക്കുന്ന ദേവന്മാരെയും ഒക്കെ പഴി പറഞ്ഞുകൊണ്ട് ചിന്തിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ആ മനസാക്ഷിക്ക് അനുകൂലമാകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നർത്ഥം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.